ഹായ് ഫ്രണ്ട്സ്, PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. 2025-26 കേരള PSC 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ഭൂമിശാസ്ത്ര ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യത്തിനോടൊപ്പം പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന പ്രധാന റിലേറ്റഡ് പോയിന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? നാഗാലാൻഡിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്. നാഗാലാൻഡിലെ മെഡ്സി ഫേമ എന്ന സ്ഥലത്താണ്. ഓക്കെ, റിലേറ്റഡ് ആയിട്ട് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. ഓക്കെ, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ പ്ലാന്റേഷൻ തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്, കേരളത്തിലാണ് അല്ലെ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? കോട്ടയമാണ്. കോട്ടയത്തിൽ, കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഓർഗനൈസേഷൻ എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഓർഗനൈസേഷൻ എവിടെയാണ്? അത് കേരളത്തിൽ തന്നെയാണ്, കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കണേ. അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ എവിടെയാണ്? നാഗാലാൻഡിലാണ്. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബൻസിരി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏതാണ്? ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ഓക്കെ, ടിബറ്റിൽ ഉത്ഭവിക്കുന്ന ഈ സുബൻസിരി എന്ന നദി അരുണാചൽ പ്രദേശിലൂടെയും പിന്നീട് ആസാമിലൂടെയും ഒഴുകിയിട്ട് എവിടെയാണ് എത്തിച്ചേരുന്നത്? ബ്രഹ്മപുത്രയിലാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, ഈ സുബൻസിരി നദി ടിബറ്റിലെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ചായുൽചു. എന്താണ്? ചായുൽചു എന്ന പേരിലാണ് സുബൻസിരി അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശ് ആസാം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലോവർ സുബൻസിരി ജലവൈദ്യുത പദ്ധതി ഓക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ ലോവർ സുബൻസിരി എവിടെയാണ്? അരുണാചൽ പ്രദേശ് ആസാം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ലോവർ സുബൻസിരി. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഏതാണ്? ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരിയാണ് ബിറ്റുമിനസ്. ഇന്ത്യയിൽ കൽക്കരി ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും ഏതിൽ പെടുന്നു? ബിറ്റുമിനസ് ആണ്. ഓക്കെ, ഏറ്റവും ഗുണമേന്മയുള്ള കൽക്കരി ഏതാണ്? ഏറ്റവും ഗുണമേന്മയുള്ള കൽക്കരി ഏതാണ്? അത് ആന്ത്രസൈറ്റ് ആണ്. ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു കൽക്കറി ഉണ്ട് അല്ലേ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ലിഗ്നൈറ്റ് ആണ്. എന്താണ്? ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യഘട്ടം, അത് PS ചോദിക്കാറുണ്ട്. കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യഘട്ടം ഏതാണ്? അത് പീറ്റ് എന്താണ്? പീറ്റ് എന്നാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഏതാണ്? അത് ബിറ്റുമിനസ് ആണ്. ഓർക്കുക, ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും ഗുണമേന്മയുള്ള കൽക്കരി ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. ഓക്കെ, ആന്ത്രസൈറ്റ് കൽക്കരിയാണ്. ലിഗ്നൈറ്റ് എന്നറിയപ്പെടുന്നത് ബ്രൗൺ കോൾ ആണ്. ഓക്കെ, ചുവടെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ്? ജാറിയ കൽക്കരിയാണ് അല്ലെ. ജാറിയ എവിടെയാണ്? ജാർഖണ്ഡിലാണ് അല്ലെ. റാണിഗഞ്ച് എന്ന് പറയുന്ന ഒരു കൽക്കരി ഖനിയുണ്ട്, അതെവിടെയാണ്? റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനന മേഖലയാണ് ഈ റാണിഗഞ്ച്, പശ്ചിമ ബംഗാളിലുള്ളത്. കോർബ എന്ന പേരിൽ ഒരു കൽക്കരി ഖനിയുണ്ട്. കോർബ ഛത്തീസ്ഗഡിലാണ്. പ്രധാനമായി കൽക്കരിയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുക. താൽച്ചർ എന്ന കൽക്കരി ഖനി എവിടെയാണ്? താൽച്ചർ കൽക്കരി ഖനി ഒഡീഷയിലാണ് അല്ലെ. നോൺ കോക്കിംഗ് കൽക്കരി മേഖലയാണ് ഈ താൽച്ചർ എന്നത്. ഓക്കെ, നെയ്വേലി എന്ന കൽക്കരി ഖനി എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ലിഗ്നൈറ്റ് എന്ന നിക്ഷേപത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന പ്രദേശം. സിംഗറേണി കൽക്കരി ഖനി ഉണ്ട് അല്ലേ, അത് മിക്കവാറും ചോദിക്കാറുണ്ട്. സിംഗറേണി കൽക്കരി ഖനി അത് എവിടെയാണ്? തെലങ്കാനയിലാണ് അല്ലേ. പ്രധാനപ്പെട്ട കൽക്കരി ഖനന മേഖലകളാണ് ഈ പറഞ്ഞതെല്ലാം. ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ്? ജാറിയ ആണ്. ഇന്ത്യയിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഏത് വിളയാണ്? ഏതാണ്? അതെ, പരുത്തിയാണ് അല്ലെ. കോട്ടൺ ആണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് അല്ലെ. അപ്പൊ സുവർണ നാര് ഏതാണ്? സുവർണ നാര് എന്നറിയപ്പെടുന്നത് നമ്മുടെ ജൂട്ടാണ്. ജൂട്ട് അഥവാ ചണം ആണ് അല്ലെ. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. കറുത്ത സ്വർണം കുരുമുളകാണ്. പച്ച സ്വർണമോ? പച്ച സ്വർണം എന്നത് വാനിലയാണ് അല്ലെ. വെളുത്ത കൽക്കരി എന്നത് എന്താണ്? വെളുത്ത കൽക്കരി എന്നറിയപ്പെടുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. അപ്പോൾ ഓർക്കുക, വെളുത്ത സ്വർണം പരുത്തിയാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ മുന്നേ പറഞ്ഞു,
ശ്രീകാര്യത്താണ് അല്ലേ? ശ്രീകാര്യം തിരുവനന്തപുരം കേരളത്തിലാണ്. കേന്ദ്രം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള എവിടെയാണെന്നാ പറഞ്ഞ് കാസർഗോഡ്, കേരളത്തിലെ കാസർഗോഡാണ്. റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കോട്ടയത്താണ് അല്ലേ? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രമോ? അത് മിക്കവാറും ചോദിക്കാറുണ്ട്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കട്ടക്ക്. കട്ടക്ക് എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ. കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം CPRI, സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംലയിലാണ്. ഷിംല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ് ഷിംല എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് ശ്രീകാര്യത്താണ്. ശ്രീകാര്യം എവിടെയാണ്? കേരളത്തിലെ തിരുവനന്തപുരത്താണ്. അപ്പൊ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഏതാണ്? കേരളമാണ് അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ് അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ 100% സാക്ഷരത നേടിയത് സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% സാക്ഷരത നേടിയത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഓക്കെ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? മലപ്പുറത്താണ്. മലപ്പുറം, കേരളത്തിലെ മലപ്പുറത്ത് ചമ്രവട്ടമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള പഞ്ചായത്ത്. ഇതെല്ലാം PYQ ആണ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ 100% സാക്ഷരത നേടിയതും കേരളമാണ്. ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് അല്ലെ? SBIയുടെ പഴയ പേരെന്താണ്? SBIയുടെ പഴയ പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്താണ്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് നിലവിൽ വന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് നിലവിൽ വന്നത്? 1955 അല്ലെ? അപ്പൊ SBIയുടെ ആസ്ഥാനം ഏതാണ്? എവിടെയാണ് SBI ആസ്ഥാനം? മുംബൈ ആണ് അല്ലെ? മുംബൈയിലാണ്. 1955 ജൂലൈ 1 ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ് എന്നോർക്കുക. പശ്ചിമ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പശ്ചിമ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് ദാമോദർ നദിയാണ്. ദാമോദറാണ്. അപ്പോൾ കുറച്ച് നദികളുണ്ട് അല്ലെ? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. കോസി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദി. ആസാമിന്റെ ദുഃഖമോ? ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് ബ്രഹ്മപുത്രയാണ് ആസാമിന്റെ ദുഃഖം. അപ്പൊ ചൈനയുടെ ദുഃഖമോ? ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഹുവാങ്ഹോ ആണ് അല്ലെ? യെല്ലോ റിവർ, മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഹുവാങ്ഹോ ആണ് എന്തിന്റെ ദുഃഖം? ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത്. അപ്പൊ പശ്ചിമ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് അല്ലെ? ആന്ധ്രയിൽ ഏതാണ്? തുമ്മലപ്പള്ളി ഖനിയാണ് അല്ലെ? തുമ്മലപ്പള്ളി ഖനി എവിടെയാണ്? ആന്ധ്രയിലാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ യുറേനിയം ഖനിയുണ്ട് ജാദുഗുഡ അല്ലെ? ജാദുഗുഡ എവിടെയാണ്? യുറേനിയം ഖനിയായിട്ടുള്ള ജാദുഗുഡ എവിടെയാണ്? അത് ജാർഖണ്ഡിലാണ് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപം തുമ്മലപ്പള്ളി, ആന്ധ്രയിലാണ്. ഓക്കെ. തോറിയത്തിന് സമ്പന്നമായിട്ടുള്ള മോണോസൈറ്റ് മണൽ കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? തോറിയം കാണപ്പെടുന്ന മോണോസൈറ്റ് മണൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് അല്ലെ? അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ സ്ഥലം ഏതാണ്? തുമ്മലപ്പള്ളി എന്ന ഖനിയിലാണ്. ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്? അതന്നെ, സുന്ദർബൻ ആണ് അല്ലെ? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്നറിയപ്പെടുന്നത്. അപ്പൊ രണ്ടാമത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? ഒഡീഷയിലാണ് അല്ലേ? ഭിത്തർകനിക കണ്ടൽക്കാടാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടൽക്കാട്. ഒഡീഷയിലാണ്. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? കൊറിങ്ക കണ്ടൽക്കാട് അല്ലേ? മൂന്നാമത്തെ ഏറ്റവും വലിയ കണ്ടൽക്കാടായിട്ടുള്ള കൊറിങ്ക എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ് അല്ലെ? സുന്ദർബൻ ഡെൽറ്റ രൂപം കൊള്ളുന്നത് ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ്? ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികൾ ചേർന്നിട്ടാണ്. ഓക്കെ. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ് അല്ലെ?
ഏറ്റവും വലിയ ഇരുമ്പുരുക്കശാല ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്കശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലുള്ള ഇരുമ്പുരുക്കശാല ഏതാണ്? ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ആണ്. ടിസ്കോ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ജംഷഡ്പൂരിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്കശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ ഇരുമ്പുരുക്കശാല ഏതാണ്? ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ആണ്, ജംഷഡ്പൂരിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? റെസിഡ്യുവൽ മൗണ്ടെയിൻ. അവശിഷ്ട പർവ്വതത്തിന് താഴെ തന്നതിൽ ഏതാണ് എക്സാമ്പിൾ? ആരവല്ലിയാണ് അല്ലേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? അത് ആരവല്ലിയാണ് അല്ലേ. ആരവല്ലി പർവ്വതനിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഏതാണ് ആ കൊടുമുടി? മൗണ്ട് ഗുരുശിഖർ ആണ് അല്ലെ. മൗണ്ട് ഗുരുശിഖർ. എത്രയാണ് അതിന്റെ മീറ്റർ? 1722 മീറ്റർ ആണ് അല്ലെ. മൗണ്ട് ഗുരുശിഖർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു, രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ രാജസ്ഥാനിലെ ഈ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന ആരവല്ലി പർവ്വതനിര എവിടെയൊക്കെയാണ് വ്യാപിച്ചിരിക്കുന്നത്? രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, ഗുജറാത്ത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. അവശിഷ്ട പർവ്വതത്തിന് എക്സാമ്പിൾ ഏതാണ്? ആരവല്ലിയാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഏതാണത്? കൈബുൾ ലംജാവോ ദേശീയോദ്യാനമാണ്. ഓക്കെ, കൈബുൾ ലംജാവോ ദേശീയോദ്യാനം ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഒരു ദേശീയോദ്യാനമാണിത്. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂർ സംസ്ഥാനത്തിലെ ലോക്ടാക് തടാകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്? 1977 കൈബുൾ ലംജാവോനെ എന്ത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. ഇതൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഫുണ്ടി എന്നറിയപ്പെടുന്നത് എന്താണ്? ഫുണ്ടി, ഫുണ്ടി, PHUMDI, ഫുണ്ടി എന്നറിയപ്പെടുന്ന ഒഴുകുന്ന സസ്യമണ്ണ് പാളിയിലാണ് എന്ത് ഈ ദേശീയോദ്യാനം കാണപ്പെടുന്നത്. ഓക്കെ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ലോക്ടാക് തടാകമാണ് അല്ലെ. വംശനാശ ഭീഷണി നേരിടുന്ന സംഗായ് മാൻ, സംഗായ് ഡാൻസിങ് ഡീർ എന്ന് പറയില്ലേ, സംഗായ് മാൻ എന്ന ജീവിയുടെ പ്രധാനപ്പെട്ട സ്വാഭാവിക ആവാസ കേന്ദ്രം ഏതാണ്? അത് ഈ എവിടെയാണ്? ലോക്ടാക് തടാകത്തിലാണ്. ഓക്കെ, അപ്പൊ ഇത് ഓർക്കുക. സംഗായ് മാൻ, സംഗായ് ഡാൻസിങ് ഡീർ, അത് PYQആയി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനം ഏതാണ്? ഏതാണ്? കെയ്ബുൾ ലംജാവോ നാഷണൽ പാർക്കാണ്. അത് എവിടെയാണ്? മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ ലോക്ടാക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഒരു മണ്ണിന്റെ പ്രത്യേകതയാണ് ഫുണ്ടി എന്നറിയപ്പെടുന്ന ഒഴുകുന്ന സസ്യമണ്ണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ആ സസ്യമണ്ണ് എന്താണ്? ഫുണ്ടി എന്നാണ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര ആണ്? എന്താണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 8 അല്ലെ. എത്രയാണ്? 8 അല്ലെ. ഏതൊക്കെയാണത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഒന്നുകൂടെ പറയാം. 8 സംസ്ഥാനത്തൂടെ കടന്നു പോകുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഓക്കെ, ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഈ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. ഓക്കെ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണ്? 82.5 കിഴക്കൻ രേഖാംശം. എന്താണ്? 82.5 കിഴക്കൻ രേഖാംശമാണ് അല്ലെ. ഇത് കടന്നു പോകുന്നത് ഏത് സ്ഥലത്തൂടെയാണ്? ഇവിടത്തൂടെയാണ്? മിർസാപൂറിലൂടെയാണ് അല്ലെ. മിർസാപൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 8. ഇന്ത്യയുടെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ഏതാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപാണ് അല്ലെ. ബാരൻ ദ്വീപിലാണ്. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. എവിടെയാണ്? ബാരൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിലെ ആൻഡമാൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക സജീവ അഗ്നിപർവ്വതമാണ് അല്ലെ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗോണ്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സുപ്ത അഗ്നിപർവ്വതമാണ്. അതായത് ഡെർമൈറ്റ് ആയിട്ടുള്ള ഒരു അഗ്നിപർവ്വതമാണ്. ബാരൻ ദ്വീപ് എവിടെയാണ്? ആൻഡമാനിലെ ആണ്. ഓക്കെ, 1991 ഏകദേശം 150 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത് വീണ്ടും സ്ഫോടനം ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ഏത്? ബാരൻ ദ്വീപാണ്. അപ്പൊ അത് വർഷം ഓർക്കണമെങ്കിൽ പറയാം. 1994-95 കാലത്ത്, 2005, 2017, 2018 കാലത്ത്
2022, 2023 ഈ കാലങ്ങളിൽ ഇത് പൊട്ടിത്തെറിക്കുകയുണ്ടായി, സ്ഫോടനം നടക്കുകയുണ്ടായി. ഓക്കെ, അത് ഓർത്ത് വെക്കണമെന്നില്ല, എങ്കിലും ഇത് ഓർക്കുക. ഇന്ത്യയിലേക്ക് സജീവ പർവ്വതം ഇതാണ്, ബാരൺ ആണ് അല്ലേ? ബാരൺ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക, നല്ല പോയിന്റ് ആണ്. ലക്നൗ നഗരം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ നഗരം ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ലക്നൗ സ്ഥിതി ചെയ്യുന്നത്? ഗോമതി നദിക്കരയിലാണ് കേട്ടോ. എവിടെയാണ്? ഗോമതി തീരത്താണ് ലക്നൗ സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ എവിടെയാണ്? ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണല്ലേ ലക്നൗ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ്. ഓക്കെ, ഏത് നദീതീരത്താണ്? ഗോമതി നദീതീരത്താണ് ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ ലക്നൌവിന് കുറച്ച് വിശേഷണങ്ങളുണ്ട് അല്ലെ? എന്താണ്? സിറ്റി ഓഫ് നവാബ്സ്, നവാബുമാരുടെ നഗരം. നവാബുമാരുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലക്നൗ ആണ്. ഓക്കെ, ഗോമതി എന്ന് പറയുന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏതോ ഒരു നദിയുടെ പോഷക നദിയാണ് ഗോമതി. ഏതിന്റെയാണ്? നമ്മുടെ ഗംഗ നദിയുടെയാണ്. ഏതിന്റെയാണ്? ഗംഗയുടെയാണ്. ഓക്കെ, അപ്പൊ ലക്നൗ ഏത് നദീതീരത്താണ്? ഗോമതി തീരത്താണ്. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? വിസ്തീർണ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. ഓപ്ഷൻ സി, രാജസ്ഥാനാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഒന്നാമത്തത് രാജസ്ഥാനാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ഏതാണ്? മധ്യപ്രദേശാണ് അല്ലെ? അപ്പൊ ജനസംഖ്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ് ജനസംഖ്യ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പൊ വിസ്തീർണത്തിന് ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏതാണ്? ഗോവയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അതറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏതാണ്? ഏതാണ് ഏറ്റവും വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം? ലഡാക്ക് ആണ് കേട്ടോ. ഈ പോയിന്റുകൾ ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഏതാണ്? ഷില്ലോങ് ആണോ? ഷില്ലോങ് അല്ല കേട്ടോ. ഏതാണ്? കുടകാണ് അല്ലെ? കുടകും ഷില്ലോങ്ങും മാറിപ്പോകരുത്. ഏതാണ്? ഉത്തരം എന്താണ്? സ്കോട്ട്ലാൻഡ് ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അതാണ് ഷില്ലോങ്. ഷില്ലോങ് എവിടെയാണ്? മേഘാലയയിലെ ഷില്ലോങ് ആണ് അല്ലെ? എന്താണ്? കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ആണ് അല്ലെ? അപ്പൊ ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത് കുടക്. കുടക് എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. അതിന്റെ ഒരു മനോഹരമായിട്ടുള്ള മലനിരകളും കാലാവസ്ഥയും അതുപോലെ തന്നെ ഒരു കാപ്പിത്തോട്ടങ്ങളും കാരണമാണ് ഇത് എന്തറിയപ്പെടുന്നത്? സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിൽ ചോദിക്കാറുണ്ട്, കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ഏതാണ്? അത് ഷില്ലോങ് ആണ്. ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് ഏതാണ്? അത് കർണാടകയിലെ കുടക് എന്ന പ്രദേശമാണ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് ഏതാണ്? കുടക്, കർണാടകയാണ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് മേഘാലയയിലെ ഷില്ലോങ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പോയിന്റുകൾ മാറി മാറി പോകരുത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹിരി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹിരി ഏത് നദിയിലാണ്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് അല്ലെ? ഭാഗീരഥി എന്ന് പറയാം. ഉത്തരാഖണ്ഡിലെ ഭാഗീരഥിയിലാണ് തെഹിരി ഡാം ഉള്ളത് അല്ലെ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? അത് തെഹിരി ഡാം ആണ് അല്ലെ? എത്രയാണ് അതിന്റെ മീറ്റർ ഉയരം? 260.5 മീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹിരി തന്നെയാണ്. ജലവൈദ്യുത ഉൽപാദനം, ജലസേചനം, കുടിവെള്ള വിതരണം, പ്രളയ നിയന്ത്രണം എന്നിവയാണ് നമ്മുടെ ഈ തെഹിരി ഡാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഭഗീരഥി എന്ന് പറയുന്ന നദിയും അളക നദിയും ദേവപ്രയാഗിൽ സംഗമിച്ചിട്ടാണ് ഏത് നദി ഉണ്ടാവുക? ഗംഗ ഉണ്ടാവുന്നത് അല്ലേ? ഭഗീരഥിയും അളക നദിയും ദേവപ്രയാഗിൽ ചേർന്നിട്ടാണ് ഗംഗ ഉണ്ടാവുക. അപ്പൊ ഈ പോയിന്റുകൾ ഓർക്കുക. ഇന്ത്യയുടെ മധ്യരേഖ എന്നറിയപ്പെടുന്ന 82.5 കിഴക്കൻ അക്ഷാംശം കടന്നു പോകുന്ന നഗരം ഏതാണ്? നമ്മൾ ഈ പോയിന്റ് മുന്നേ പറഞ്ഞു അല്ലേ? എവിടെയാണ് ഇന്ത്യയുടെ കിഴക്കൻ രേഖാംശം കടന്നു പോകുന്നത്? മിർസാപൂർ ആണ് അല്ലേ? ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നറിയപ്പെടുന്നത് 82.5 കിഴക്കൻ രേഖാംശമാണ്. ഉത്തർപ്രദേശിലെ മിർസാപൂറിന്റെ സമീപത്തു കൂടിയാണ് ഈ രേഖ കടന്നു പോകുന്നത്. അപ്പൊ ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർണ്ണയിച്ചിരിക്കുന്നത് അല്ലെ? ആണ്. ഇന്ത്യയുടെ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇത് നമ്മുടെ ഒരു 10th ലെവൽ PYQ നമ്മുടെ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇന്ത്യയുടെ സമയം ഗ്രീൻവിച്ച് ടൈമിനേക്കാളും എത്ര മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. 5.5 മണിക്കൂർ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വെക്കുക. എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂറാണ്. അപ്പൊ ഇന്ത്യയുടെ മധ്യരേഖയായിട്ടുള്ള 82.5 കിഴക്കൻ രേഖാംശം കടന്നു പോകുന്ന സ്ഥലം ഏതാണ്? മിർസാപൂർ ആണ്. മിർസാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക.
നമ്മുടെ PYQ ഉണ്ടായിരുന്നു വൈകിട്ട് 2 PM ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയായിരിക്കും എന്നത്. അപ്പൊ നമ്മളത് ചെയ്തിരുന്നു. 2 PM പ്ലസ് 5.30 കൂട്ടിയിട്ട് 7:30 എന്ന്. ഓക്കെ, അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏതാണത്? ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് കേട്ടോ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നതും അതുപോലെ വൃദ്ധഗംഗ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ് അല്ലെ. ഈ നദിയാണ് നമ്മുടെ ഗോദാവരിയാണ് ദക്ഷിണഗംഗയും വൃദ്ധഗംഗയും. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വരത്തിനടുത്ത് വെച്ചാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വരത്തിൽ വെച്ച്. ഓക്കെ, എത്രയാണ് ഇതിന്റെ കിലോമീറ്റർ? 1465 കിലോമീറ്റർ ആണ് എന്തിന്റെ നീളം? ഗോദാവരി നദിയുടെ നീളം. ഏതെല്ലാം പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്? മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദിയാണ് ഏത്? ഗോദാവരി. അപ്പോൾ ആ പോയിന്റുകൾ ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ വിസ്തീർണത്തിലെ അടിസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് മധ്യപ്രദേശാണ് അല്ലെ. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശാണ്. ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളും ദേശീയോദ്യാനവും കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അതും മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കടുവകളും ദേശീയോദ്യാനവും ഇത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം എവിടെയാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അത് ഏതാണ്? മധ്യപ്രദേശ് തന്നെയാണ്. ഓക്കെ, അതേസമയം വനമേഖലയുടെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഏത് സംസ്ഥാനമാണ്? വനം ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ് എന്ന് പറഞ്ഞു. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഏതാണ്? മിസോറാമിലാണ് അല്ലെ. മധ്യപ്രദേശ് അല്ല, മിസോറാമാണ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്ന പ്രദേശം. ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. തമിഴ്നാട്ടിലെ നെയ്വേലി ഏത് തരം കൽക്കരി നിക്ഷേപത്തിനാണ് പ്രശസ്തമായിരിക്കുന്നത്? തമിഴ്നാട്ടിലെ നെയ്വേലി ഏത് തരം കൽക്കരിക്ക് പ്രശസ്തമാണ്? ഏതാണ്? ലിഗ്നൈറ്റിനാണ് അല്ലെ. തമിഴ്നാട്ടിലെ നെയ്വേലി ലിഗ്നൈറ്റിന് കൽക്കരി നിക്ഷേപത്തിന് പ്രസിദ്ധമാണ് അല്ലെ. ലിഗ്നൈറ്റ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ. ലിഗ്നൈറ്റ് എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ കൽക്കരിയുടെ ഗുണനിലവാരത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്ന കൽക്കരി ഏതാണ്? കൽക്കരിയുടെ ഗുണം ഏറ്റവും കൂടുതൽ കൽക്കരി ഏതാണ്? ആന്ത്രസൈറ്റ് ആണ് അല്ലെ. ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തത് ബിറ്റുമിനസ് ആണ്. ഓക്കെ, മൂന്നാമത്തതാണ് നമ്മുടെ ഈ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യ ഘട്ടം ഏതാണ്? കൽക്കരി രൂപീകരണത്തിന് ആദ്യ ഘട്ടം ഏതാണ്? പീറ്റ് ആണ് കേട്ടോ. എന്താണ്? പീറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ PYQ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യന് മുന്നേ നമ്മൾ PYQ ഡിസ്കഷന്റെ 10th പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഈ ക്വസ്റ്റ്യൻസ് മുക്കാലും കണ്ടെന്നാണ് അല്ലേ. തമിഴ്നാട്ടിലെ നെയ്വേലി ഏതിന് പ്രശസ്തമാണ്? ലിഗ്നൈറ്റ് ആണ് അല്ലെ. ലിഗ്നൈറ്റ് കൽക്കരിയാണ് കേട്ടോ. ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത്. ഗുണനിലവാരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കൽക്കരി ആന്ത്രസൈറ്റ് ആണ്. രണ്ടാമത്തത് ബിറ്റുമിനസ് ആണ്. മൂന്നാം സ്ഥാനമാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യഘട്ടം ഏതാണ്? പീറ്റ് ആണ്. ഓക്കെ, ഓർക്കുക. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് പദ്ധതി ഏതാണ്? ഓപ്ഷനിൽ ഏതാണ് ഉത്തരം? ഏതാണ്? ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി എന്നീ 4 പ്രധാന മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത പദ്ധതി ഏതാണ്? അത് സുവർണ ചതുഷ്കോണമാണ് അല്ലെ. ഈ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്ന ഈ പദ്ധതി എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട്? 5846. ഏകദേശമാണ് ഒരു 5846 കിലോമീറ്റർ ദൂരമുള്ള ഒരു പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് അല്ലെ. ഇത് ഏത് പദ്ധതിക്ക് കീഴിലാണ്? നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് കീഴിലാണ് ഏത് സുവർണ ചതുഷ്കോണം കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഓർക്കുക. ഈ പ്രദേശങ്ങൾ ഓർക്കുക. 4 സ്ഥലമാണ്: ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി. ഏറ്റവും 4 പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളാണ് അല്ലെ. ബാംഗ്ലൂർ എല്ലാം കുറെ പേർക്ക് വരും, പക്ഷെ ബാംഗ്ലൂർ ഒന്നും വരുന്നില്ല. ഓപ്ഷനിൽ തെറ്റിപ്പോകരുത്. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി. ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഏതെല്ലാമാണ്? ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്, തെറ്റിക്കരുത്. ഇതിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏതാണ്?
ചിൽക്ക തടാകമാണ് കേട്ടോ. ഏറ്റവും വലിയ കായൽ ഏതാണ്? ചിൽക്ക തടാകമാണ് അല്ലേ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഉപ്പ് രസമുള്ള കായൽ ഏതാണ്? അത് ചിൽക്കയാണ് കേട്ടോ. എവിടെയാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എന്നറിയാമോ? ഒഡീഷയിലാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഉപ്പ് രസമുള്ള കായലാണ് നമ്മുടെ ഈ ചിൽക്ക തടാകം. ഓക്കെ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ചിൽക്ക തടാകമാണ് കേട്ടോ. പക്ഷെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വേമ്പനാട് കായലാണ് കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ കായല് ചിൽക്ക തടാകം, ഏറ്റവും വലിയ ലവണം കാണപ്പെടുന്നതും ചിൽക്കയിൽ തന്നെയാണ്. ഏറ്റവും വലിയ നീളം കൂടിയ കായൽ ഏതാണ്? അത് വേമ്പനാട് കായലാണ് അല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അത് വേമ്പനാട് കായലാണ് അല്ലേ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് രസമുള്ള കായല് ചിൽക്ക തടാകമാണ്. ഈ പോയിന്റുകൾ ഓർത്തു വെക്കുക. ഏറ്റവും നീളം കൂടിയ കായൽ മാത്രമാണ് വേമ്പനാട് കായല്. പക്ഷെ ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ചിൽക്ക തടാകം, ഒഡീഷയിലെ ചിൽക്ക തടാകം തന്നെയാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് ജോഗ്രഫി ടൈപ്പ് ബാക്കി ചോദ്യോത്തരങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.